വിളിക്കണ ആളും മരിക്കാൻ നേരത്തും വിളിക്കണ വേറൊരു പേരും കൂടി ഉണ്ട്. ആ പേരെന്തായിരിക്കും എന്നറിയോ? അധികവും അമ്മാന്നാണ്. മരിക്കണ നേരത്ത് നമ്മൾ വിളിക്കാൻ പോണ ഒരു പദം അമ്മാന്ന്. എന്തത് ഇത്ര വലിയ പ്രത്യേകത ഇമ്മാക്ക്? സഹോദരികളെ, വൽ മർഅതു റാഇയത്തുൻ അലാ ബൈതി സൗജിഹാ വവലദിഹി എന്ന് നിങ്ങളെപ്പറ്റി പറഞ്ഞത് വെറുതെ അല്ല. നിങ്ങളെ രക്തത്തിന്റെ മാംസത്തിന്റെ ഭാഗമായി ഞങ്ങളിവിടെ ജീവിക്കുന്നതിൽ പ്രത്യേകത ഉണ്ട്. ഉമ്മാർക്ക് മാത്രം കിട്ടിയൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയ കടപ്പാട് 3 വട്ടം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അമ്മ അമ്മ അമ്മ. എന്തേ വാപ്പാരെ നമ്മളെ പറ്റി പറഞ്ഞ്? ഞമ്മക്ക് ആ അത്ര വലിയൊരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. ഈ ഉമ്മാന്റെ ഒരു മാനസികാവസ്ഥകൾ ആലോചിക്കും. ഉമ്മാന്റെ ത്യാഗം, ഉമ്മാന്റെ ഗർഭകാലം, ഉമ്മാന്റെ മുലയൂട്ടൽ എല്ലാതും മക്കളായിട്ടുള്ളവർ മറക്കും. പ്രത്യേകിച്ച് മറക്കും. ആധുനിക വിദ്യാഭ്യാസത്തിൽ ജീവിച്ചോ മറക്കും. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും സുവോളജിയും ബോട്ടണി ഹിസ്റ്ററിയും ജോഗ്രഫിയും മൈക്കോളജിയും സോഷ്യോളജിയും സൈക്കോളജിയും അനാട്ടമിയും ഫിസിയോളജിയും ലോകത്തെ സർവ്വശാസ്ത്രശാഖകളിലും മുടിചൂടാമന്നന്മാരായി 10 ശമ്പളത്തിലധികം ലോകത്തിന്റെ വിവിധ ദേശങ്ങളിൽ വരെ സമ്പാദ്യത്തിന്റെ ഒരുപാട് ലോകത്തേക്ക് ഇറങ്ങി തിരിച്ചവർ മറന്നുപോകും. പക്ഷെ പടച്ചവനത് ഓർമ്മിപ്പിക്കും. എവിടെയോ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാന്റെ 14 വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ പറഞ്ഞത് ഖുർആൻ പറഞ്ഞറിയോ? ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ വഫിസാലുഹു ഫി ആമൈൻ. ക്ഷീണത്തിന് മേൽ ക്ഷീണമായിട്ടാണ് നിന്റെ മാതാവ് നിന്നെ ഗർഭം ചുമന്നത്. എന്നിട്ടോ അങ്ങനെ 9 ചില്ലാനം മാസം വരുമ്പോ പ്രസവിക്കുകയും ചെയ്തു. എന്നിട്ട് 2 കൊല്ലക്കാലം മുല തന്നു. 2 വർഷം ഉമ്മാന്റെ മുലപ്പാല് കുടിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ സദസ്സിലിരിക്കുന്നവർക്ക് ആലോചിച്ച് നോക്കി. നമ്മളെ ഉമ്മാന്റെ പ്രായം ഇപ്പൊ എത്രയാ? 60-65 വിചാരിക്കാം. നമ്മളമ്മ ഒരു കാലത്ത് നമ്മളെ ഭാര്യയെക്കാളും സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു. നമ്മുടെ വാപ്പാന്റെ എല്ലാം നമ്മളെ ഉമ്മയായിരുന്നു അല്ലേ? പല ചെറുപ്പക്കാരും ഉമ്മാനെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടാകാം. പക്ഷേ നമ്മുടെ വാപ്പയോടൊത്താണ് ഉമ്മക്ക് ജീവിക്കാൻ അല്ലാഹു വിധിച്ചത്. ഉമ്മ ആദ്യത്തെ എക്കാക്കാനെ പ്രസവിക്കുമ്പോഴും ഉമ്മാന്റെ സൗന്ദര്യത്തിന് മാറ്റി കൂടിയിട്ടുള്ളൂ. പക്ഷെ എക്കാക്ക 2 കൊല്ലം മുല കുടിച്ചപ്പോ, പിന്നീട് എത്താത്ത 2 കൊല്ലം മുല കുടിച്ചപ്പോ, പിന്നീട് അതിന്റെ മേലുള്ള ഒരു മുല കുടിച്ചപ്പോ, പിന്നെ ഞാനും മുല കുടിച്ചപ്പോഴേക്കും ഉമ്മാന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ചുളിയാൻ തുടങ്ങി. ഉമ്മാന്റെ കവൾ ഒട്ടാൻ തുടങ്ങി. ഉമ്മാന്റെ തല നിരക്കാൻ തുടങ്ങി. നിങ്ങൾ ആലോചിച്ചൊക്കെ യക്ഷിക്കഥകൾ നമ്മൾ കേൾക്കണമാര് വലിച്ചാണ് കുടിക്കണം 4-5 മക്കളും ഉമ്മാന്റെ മുല. അവസാനം പിന്നെ ഉമ്മയെ ഒന്നിനും പറ്റാതെ. അപ്പൊ പിന്നെ നമുക്ക് വേണ്ടല്ലേ ഉമ്മാനെ? അമ്മാനെ വേണ്ടാന്ന് നമുക്ക് ഇപ്പഴാ തോന്നിയെന്ന ഞങ്ങള് ഇനി ഉമ്മാന്റെ ഒക്കെ ഒന്നും കിട്ടാല്ല എന്ന് മനസ്സിലായപ്പോ ചിലര് പിന്നെ ഉമ്മാനെ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കും. എന്തറിയോ? ഉമ്മാക്ക് പെൻഷൻ ഉണ്ടെങ്കിൽ. ചിലര് പിന്നെ ഉമ്മാനെ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കും. എപ്പോഴറിയോ? ഉമ്മാന്റെ പേരില് വാപ്പ മരിക്കുമ്പോ എഴുതി വെച്ച സ്വത്തുണ്ടെങ്കിൽ അതുകൂടി കിട്ടിയിട്ട് വേണം ഈ തള്ളനെ ചവിട്ടാന്ന്. ഇതൊക്കെ അനുഭവിക്കാൻ പോണ ആരറിയോ? നമ്മൾ രക്ഷിതാക്കളെ നമ്മൾ അനുഭവിക്കുമ്പോ, നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ അനുഭവിക്കുമ്പോ. അതുകൊണ്ട് ഈ സമയത്ത് എനിക്ക് നിങ്ങളോടൊരു വാക്കുകൂടി പറയണ്ട്. കുടുംബ ജീവിതത്തിന്റെ ചില മേഖലകളെ മാത്രം പരാമർശിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഗൗരവത്തിൽ പറയാനുള്ളത്, നമ്മുടെ ശ്രദ്ധ ഇപ്പോ നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ മക്കളെ വിഷയത്തിലാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറയാം. ഇപ്പോ നമ്മുടെ ശ്രദ്ധ നമ്മുടെ മാതാപിതാക്കളെക്കാളും നമ്മുടെ ഭാര്യക്കും മക്കൾക്കും ആണെങ്കിൽ നാളെ നമ്മുടെ മക്കൾക്കും ശ്രദ്ധ നമ്മളെക്കാളും അവരുടെ ഭാര്യയോടും മക്കളോടും ആകും. ഇത് ചരിത്രത്തിൽ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. കൂട്ടരെ മാതാപിതാക്കൾക്ക് വയസ്സാവും, 10 ആകും. വല്ലവനും നാം ദീർഘായുസ് നൽകുന്നുവെങ്കിൽ അവന്റെ പ്രകൃതി നാം തലതിരിച്ചു കൊണ്ടിരുന്ന ആ 10 പറയും. അറിവും വിവേകവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു പ്രായമായിട്ട് മാറും. ഈ സദസ്സിലുണ്ട് കാരണവന്മാർ, ഈ ഇരിക്കുന്നിടത്തുണ്ട് കാരണവന്മാർ. ഇവരൊക്കെ നമ്മളെക്കാൾ ഓർമ്മക്കുറവും പെശകുകളുമായി ജീവിക്കുന്ന ഒരു വല്ലാത്ത പരീക്ഷണ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് നോട്ടത്തിലും സംസാരത്തിലും എല്ലായിടത്തും എങ്ങനെ അനുനയത്തോടെ, സൗഹാർദ്ദത്തോടെ, ആദരവോടെ, കാരുണ്യത്തോടെ മാതാപിതാക്കളോട് പെരുമാറുന്നത് എങ്ങനെയെന്നറിയോ? മക്കളെ പഠിപ്പിക്കുന്നത് മാന്യമായിട്ടാണ്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ. മാരോട് ബാപ്പാനോട് പെരുമാറേണ്ട രീതി ഇസ്ലാം പഠിപ്പിക്കണം. മാന്യമായിട്ട് പെരുമാറണം. ഒരു പദം കൂടി പഠിപ്പിക്കണം ഖുർആൻ. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരോട് നീ ചേന്ന് പറയുകയോ അവരോട് കയർക്കുകയോ ചെയ്യരുത്.